ഗുഡ് മോർണിംഗ്. 2025 ഒക്ടോബർ 14 ഞാനിപ്പോൾ നിൽക്കുന്നത് ഗോൽക്കൊണ്ട പോർട്ടിലാണ്. സെക്കൻഡറാബാദിൽ നിന്നും മെട്രോ ട്രെയിനിൽ ലക്ഡി കാ പൂൾ എന്ന സ്ഥലത്ത് ഇറങ്ങിയാൽ അവിടെ നിന്ന് ബസ്സിൽ നമുക്ക് ഗോൽക്കൊണ്ട പോർട്ടിലെത്താൻ സാധിക്കും. ബസ്സിൽ നിന്നുള്ള ഞാനെടുത്ത മനോഹരമായ പോർട്ടിൻ്റെ പുറംഭിത്തിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കല്ലിൽ നിർമ്മിച്ച ഏതാണ്ട് 400 വർഷത്തോളം പഴക്കമുള്ള ഈ പോർട്ട് ഇപ്പോഴും അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ള ഒരു അതിശയം തന്നെയാണ്. ലക്ഡി കാ പൂളിൽ നിന്ന് ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ പോർട്ടിനടുത്തെത്തി. പോർട്ടിൻ്റെ വെളിയിലത്തെ കാഴ്ചകൾ എനിക്ക് വണ്ടിയിലിരുന്ന് തന്നെ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു. നല്ല ഉയരം ഉള്ള പുറംഭിത്തിയാണ്. ഏതാണ്ട് 30 അടിയോളം ഉയരമുള്ള ഈ പുറംഭിത്തി കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 500ഓളം വർഷം മുമ്പാണ് ഈ പോർട്ട് പണിത് എന്നാണ് ഹിസ്റ്ററിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ കാണുന്നത് മെയിൻ എൻട്രൻസാണ്. എൻട്രൻസിന് വെളിയിൽ തന്നെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സ്കൂട്ടറുകൾക്കും കാറുകൾക്കും പ്രത്യേകം സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഉടനെ ഞാനൊരു കരിമ്പൻ ജ്യൂസ് കുടിക്കാനായി അടുത്തുള്ള ഒരു കടയിൽ കയറി. എനിക്ക് ഈ ഉള്ളിലേക്കുള്ള യാത്രയിൽ കഴിക്കാനുള്ള മുട്ടായിയും അതുപോലെ തന്നെ ലെമൺ ജ്യൂസും വാങ്ങിയതിന് ശേഷം കരിമ്പൻ ജ്യൂസും കുടിച്ച് ഞാൻ ടിക്കറ്റ് എടുക്കുവാനായിട്ട് മെയിൻ കൗണ്ടറിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. എൻട്രൻസിൽ ധാരാളം ഗൈഡുകൾ നിൽപ്പുണ്ടായിരുന്നു. ഗൂഗിളിൽ നിന്നും ഗോൽക്കൊണ്ട പോർട്ടിൻ്റെ ചരിത്രം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതിനാൽ ഞാൻ അവരുടെ ആരുടെ സഹായം എഴുതില്ല. വെളിയിലത്തെ കാഴ്ചകൾ ഒന്നുകൂടെ ഷൂട്ട് ചെയ്തേക്ക് അകത്തേക്ക് പ്രവേശിക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. സാമാന്യം വൃത്തിയുള്ള വെളിയിൽ അകത്തേക്ക് പ്രവേശിച്ചാൽ ഉടനെ നിങ്ങൾ കാണുന്നത് ഒരു പുൽത്തകടിയാണ്. ആ പുൽത്തകടി തന്നെ ഇരുന്ന് ഞാൻ ആദ്യത്തെ ഒരു സ്നാപ്പ് എടുക്കുകയുണ്ടായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ ഞാൻ അതിനെ ഉപയോഗിച്ചു. ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് ഞാൻ മെയിൻ എൻട്രൻസിലെത്തി. ഇതാണ് മെയിൻ ഡോർ. വളരെ വിശാലമായ ഒരു എൻട്രൻസാണ്. എനിക്ക് തോന്നുന്നത് ആനകൾക്കും ഫ്രീ ആയിട്ട് ഉള്ളിൽ കിടക്കുവാനുള്ള സൗകര്യങ്ങളോട് കൂടിയ എൻട്രൻസാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കല്ലിൽ തീർത്ത സ്റ്റെപ്പുകളാണ് കാണുവാൻ സാധിച്ചത്. നിലത്ത് കല്ലുകൾ പാകിയിട്ടുണ്ട്. അതിനാൽ മഴ പെയ്ത് നമ്മൾ നടക്കുന്നിടമൊന്നും വൃത്തികേടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉടനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പൂന്തോട്ടമാണ്. അസ്ലാഖാന എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് അവിടെയുണ്ട്. അതിനോടടുത്ത് തന്നെ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ എൻ്റെ കൂടെ തന്നെ ആ ബസ്സിലുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ എൻ്റെ മുമ്പിലും പിമ്പിലുമായി ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള ഫുട്പാത്താണ് ഉള്ളിലേക്ക് പോകാനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. 2 സൈഡിലും പച്ചപ്പ് നിറഞ്ഞ പൂന്തോട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് വലത്തോട്ട് നോക്കിയാൽ ആ പോർട്ടിൻ്റെ ഉള്ളിൽ നല്ലപോലെ കാണാൻ സാധിക്കുന്നതാണ്.
തെരാമത്തി ബീച്ച് മോസ്ക് എന്നൊരു ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. രാജാവിൻ്റെ കാലത്ത് ഉള്ള ഒരു മോസ്കായിരുന്നു അത്. ഇതിനുള്ളിൽ ഒന്നല്ല അതിലധികം മോസ്കുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. നല്ല ആംബിയൻസ് ഉള്ള ഒരു പൂന്തോട്ടം തന്നെ എനിക്കിവിടെ കാണാൻ സാധിച്ചു. സൗണ്ട് ആൻഡ് മൾട്ടിമീഡിയ ഷോ ഉണ്ട് എന്നുള്ള ഒരു ബോർഡ് എൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നു. ഈ കാണുന്നതാണ് ബോട്ടിൻ്റെ ഉള്ളിലത്തെ ഫുൾ വ്യൂ. ഇത് വായിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്, തെളിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിലും ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ഇതിൻ്റെ ഓരോ മുക്കും മൂലയിലുമുള്ള എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. ഇത് 3 നിലകളായിട്ടാണ് ഈ പോർട്ട് പണിതിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. അതിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും താഴത്തെ നിലയിലാണ്. നില എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലേക്ക് കെട്ടിപ്പടുത്തിരിക്കുന്ന ഒരു പർവ്വതത്തിലായിരുന്നു. കല്ലുകൾ നിറഞ്ഞ ഒരു പർവ്വതമാണ് എൻ്റെ മുന്നിൽ എനിക്ക് കാണുവാൻ സാധിച്ചത്. ഇപ്പോഴും പാറകളിങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് നമുക്ക് വഴിയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഭൂമിയുടെ ചെരിവിനനുസരിച്ച് അവർ ഓരോ തട്ടുകളായിട്ടാണ് ഈ പോർട്ട് പണിതിരിക്കുന്നത്. റോയൽ പാലസിലേക്കുള്ള എൻട്രൻസാണ് ഈ കാണുന്നത്. നടക്കുവാനായി സ്റ്റെപ്പുകൾ ഉപയോഗിക്കാതെ പലകകൾ അടിച്ച ഒരു ഫുട്പാത്തും അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ പാറകൾ വെട്ടിയ തുരങ്കം ആണ് ഈ കാണുന്നത്. അകത്ത് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇത് പാറയ്ക്കുള്ളിലാണ് ഈ പാലസ് പണിതിരിക്കുന്നത്. ആ മഹാറാണിയുടെ ബെഡ്റൂമും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള റൂമുകളും ബാക്കി അടുക്കള, ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം, കിണർ എന്നിവയെല്ലാം ഇതിൻ്റെ പുറകിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ വവ്വാലുകൾ തിങ്ങി നിറഞ്ഞ ഒരു മുറിയാണിപ്പോൾ കണ്ടത്. ഇതാണ് ഒരു കല്ലുകൾ പാകിയിരിക്കുന്ന മുറ്റം. 4 വശത്തു നിന്നും നോക്കിയാൽ ഈ മുറ്റം നമുക്കൊരു കളിസ്ഥലം പോലെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി വലത്തോട്ട് നോക്കിയാൽ മനോഹരമായ ആർച്ചുകളും 2 നിലയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു നിലയുടെ മുകളിൽ കല്ലുകൊണ്ട് കെട്ടിയ മറ്റൊരു നില കൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിനപ്പുറം താഴേക്ക് എൻട്രൻസ് ഇല്ല. ഇടിഞ്ഞ് ഒളിഞ്ഞ് മെയിൻ്റനൻസ് ഇല്ലാതെ ഇരിക്കുന്ന ഈ ഭാഗത്തേക്ക് ടൂറിസ്റ്റുകളെ കടത്തി വിടുന്നില്ല. ഇവിടെ അല്പനേരം വിശ്രമിച്ച് ദാഹവും തീർത്തതിന് ശേഷം 10 മിനിറ്റോളം ഞാനവിടെ ചെലവഴിച്ചു. ഇനി മുകളിലേക്ക് കയറ്റമാണ്. അങ്ങനെ മുകളിലേക്കുള്ള നടപ്പാതയിലൂടെ ഞാൻ അടുത്ത സ്റ്റെപ്പ് 2ാം സ്റ്റെപ്പിലേക്ക് നടന്നു നീങ്ങി. പോകുന്ന വഴിയിൽ 2 സൈഡിലും ഇടിഞ്ഞ പഴയ അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ കാണുന്ന ഒരു മോസ്കാണ്. അവിടെ വരെ എനിക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ദർബാർ ഹാളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അതാണ് ഏറ്റവും മുകളിലാണ് ദർബാർ ഹാള്.
ഇതൊരു ഓപ്പൺ യാർഡാണ്. ഇവിടെ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് ഇരുന്ന സ്ഥലം ആയിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ കാണുന്ന നമ്മുടെ രണ്ടാം സ്റ്റെപ്പാണ്. ധാരാളം പടികൾ ഉണ്ട്. എല്ലാം കല്ലിൽ മാത്രം പണിതാണ്. ഈ കാണുന്ന പാറയാണ്. ആ പാറകൾ പൊട്ടിച്ച് നീക്കിയിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ കല്ലുകൾ പൊട്ടിച്ച് ആണ് ഇവിടെ ഈ ഫോർട്ട് പണിതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ സമയത്ത് മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ പറക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായത് ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. അതിൽ ഞാൻ വിജയിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മേഘം അല്പം ക്ലൗഡി ആയിരുന്നതിനാൽ അധികം ചൂട് അനുഭവപ്പെട്ടില്ല. ദർബാർ ഹാളിലേക്ക് പോകുന്ന വീണ്ടും ഒരു ബോർഡ് കാണാൻ സാധിച്ചു. അത് പച്ചപ്പ് നിറഞ്ഞത് പുല്ലുകൾ മൂടി ഇരിക്കുകയാണിപ്പോൾ. കല്ലുകൾ, പാറകൾ ധാരാളം ഉയർന്നു നിൽക്കുന്നത് കാണാൻ ഉണ്ട്. ഏതാണ്ട് പോർട്ടിൻ്റെ മധ്യഭാഗത്ത് ഞാൻ എത്തിച്ചേർന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ ഹൈദരാബാദ് ടൗണിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ആ വിമാനം വീണ്ടും വട്ടം കറങ്ങി എൻ്റെ മുകളിലെത്തി. ഞാൻ ഈ സമയം ഏതാണ്ട് മുകളിലെത്താറായി. 11:30 മണിയോടുകൂടി ഉള്ളിൽ പ്രവേശിച്ച ഞാൻ ഏതാണ്ട് 1 മണിയോടുകൂടി കാഴ്ചകളെല്ലാം കണ്ട് ഏറ്റവും മുകളിലെത്തി. അവിടെ കാളിയുടെയും ഒരു അമ്പലം കാണുവാൻ സാധിച്ചു. അമ്പലത്തിലേക്കുള്ള പ്രവേശന ദ്വാരമാണിത്. അമ്പലത്തിൻ്റെ മുകളിൽ പാറ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ കോർട്ട്യാർഡ്. രാജാവ് മുകളിലിരിക്കുകയും പ്രതികൾക്ക് താഴെ അവരുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുവാനുള്ള അവസരം ഇവിടെയാണ് ലഭിച്ചിരുന്നത്. ഞാനതിൻ്റെ മുകളിലേക്ക് കയറുവാൻ സ്റ്റെപ്പുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വലിയ തൂണുകളിലാണ് പാലസ് നിൽക്കുന്നത്. ഈ ഭാഗം കല്ലുകൾ പതിച്ചതാണ്. ഭിത്തികൾ പിന്നീട് നിർമ്മിച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഈ പോർട്ട് ആദ്യം പണിതതിന് ശേഷം രണ്ടാമത് ബിൽറ്റ് ചെയ്തതാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. ഇത് കല്ലുകൾ കൊണ്ടല്ല, നമ്മുടെ സിമൻ്റ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അത് കുമ്മായം പോലത്തെ എന്തോ ഒരു പദാർത്ഥം കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഏറ്റവും മുകളിൽ ഞാൻ എത്തിച്ചേർന്നു. ഇതാണ് ടോപ്പ് പോയിൻ്റ്. ഇവിടെ ഒരു മോസ്ക് ആണ് സ്ഥിതി ചെയ്യുന്നത്. മോസ്ക് പുതിയതായിട്ട് പണിത്
ആണ് ഇത് നമ്മുടെ ഔറംഗസേബിൻ്റെ കാലത്ത് ഈ മോസ്ക് പണിത് ആണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഏറ്റവും മുകളിൽ നിന്ന് ഹൈദരാബാദ് ടൗണിൻ്റെ ഭംഗി നിങ്ങളെ ഞാൻ കാണിക്കുന്ന കൂട്ടത്തിൽ ഈ പോർട്ടിൻ്റെ അല്പം ചരിത്രം കൂടെ പറയാം. 1143 AD പ്രതാപരുദ്ര എന്ന കാക്കത്തീയ ഡൈനാസ്റ്റിയിൽപ്പെട്ട രാജാവാണ് മണ്ണുകൊണ്ട് ഇവിടെ ഒരു പോർട്ട് ആദ്യമായി നിർമ്മിക്കുന്നത്. അദ്ദേഹം ഏതാണ്ട് 300 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം തുടരുകയും പിന്നീട് ബാഹുമണി എന്ന രാജാവ് ഈ പോർട്ട് കൈക്കലാക്കുകയും ചെയ്തു. 14ാം സെഞ്ചുറിക്കും 17ാം സെഞ്ചുറിക്കും ഇടയിൽ കല്ലുകൊണ്ട് ഈ പോർട്ട് രണ്ടാമത് നിർമ്മിക്കുകയാണ് ഉണ്ടായത്. അവസാനമായി ബാഹുമണിക്ക് ശേഷം കുത്തബ് ഷാഹി എന്ന രാജാവ് ഈ പോർട്ട് കൈക്കലാക്കുകയും അദ്ദേഹം 17ാം നൂറ്റാണ്ട് വരെ ഇത് ഭരിക്കുകയും ചെയ്തു. 1687 കാലത്ത് 8 മാസത്തെ യുദ്ധത്തിന് ശേഷം ഔറംഗസേബ് ഈ പോർട്ടിൻ്റെ അധികാരം പിടിച്ചെടുക്കുകയും അദ്ദേഹമാണ് ഈ മോസ്ക് ഈ മുകളിൽ പണിതത്. പിന്നീട് 1724 കാലത്ത് നിസാമുദ്ദീൻ രാജാക്കന്മാർ ഈ പോർട്ടിൻ്റെ അധികാരം കൈക്കലാക്കുകയും അതിനുശേഷം ഇത് ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ വരികയുണ്ടായി. ഞാൻ താഴേക്കുള്ള യാത്രയിലാണ്. മുകളിൽ തൊട്ട് താഴെ വരെ ഞാൻ സ്റ്റെപ്പുകൾ എണ്ണിയാണ് ഇറങ്ങിപ്പോകുന്നത്. ഏതാണ്ട് 300ഓളം സ്റ്റെപ്പുകൾ കൃത്യമായി ഞാൻ എണ്ണി താഴെ വരാനായിട്ട്. ഈ ഗോൽക്കൊണ്ട പോർട്ട് ഇപ്പോൾ ഒരു മേജർ ഹിസ്റ്റോറിക്കൽ സൈറ്റും ഒരു ടൂറിസ്റ്റ് കേന്ദ്രവുമായി നിലനിർത്തിയിട്ടുണ്ട്. പോർട്ടിൻ്റെ ഉള്ളിലത്തെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഒരു ഫലകത്തിൽ തന്നെ എല്ലാം എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇവിടെ ഷൂട്ട് ചെയ്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പൂഞ്ഞാർ കുര്യൻ. ഇതാണ് എക്സിറ്റ്. ഇതിൽ കയറി വന്ന വഴിയുടെ സൈഡിൽ കൂടെ തന്നെയാണ് എക്സിറ്റ് കൊടുത്തിരിക്കുന്നത്. വെളിയിലിറങ്ങി ഒരു ജ്യൂസും കുടിച്ചതിന് ശേഷം ഞാൻ ബസ്സിലേറി എൻ്റെ യാത്ര തിരികെ സെക്കൻഡറാബാദിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഹൈദരാബാദിൽ 2 ദിവസം കൂടി ഞാൻ ഉണ്ട്. എനിക്ക് ചാർമിനാർ ടവർ, ബിർള മന്ദിർ, അതുപോലെ രാമോജി മുതലായ സ്ഥലങ്ങൾ കൂടി സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഇട്ട് തരുന്നതാണ്. എൻ്റെ വീഡിയോകൾ യൂട്യൂബിൽ പൂഞ്ഞാർ കുര്യൻ എന്ന പേരിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.